നമസ്കാരം, ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ആയൂർ ഗവൺമെന്റ് LP സ്കൂൾ 150 വർഷങ്ങൾ പിന്നിടുമ്പോൾ ബൃഹത്തായ പരിപാടികൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ആയൂരിലെ SM കളർ ഹൗസും ഇൻഡിഗോ പെയിന്റും ചേർന്ന് സ്കൂൾ പെയിന്റ് അടിച്ച് 50-ൽ പരം കലാകാരന്മാരുടെ സഹകരണത്തോടെ ചിത്രങ്ങൾ വരച്ച് മനോഹരമാക്കുന്നു. ഇതോടൊപ്പം സ്കൂളിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികൾക്കും പഴയകാല അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനുള്ള അവസരവുമുണ്ട്. വന്നു പോകുന്നവർക്ക് ഭക്ഷണവും ക്രമീകരിച്ചിട്ടുണ്ട്. ഹെൽത്ത് ക്യാമ്പും കുട്ടികളുടെ ചിത്രരചനയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ട്രൂത്ത് വിഷൻ ന്യൂസ്, ആയൂർ. പൊതു വിദ്യാലയങ്ങൾ സംരക്ഷിക്കപ്പെടുക എന്നുള്ളതിന്റെ ഭാഗമായിട്ട് ആയൂർ ഗവൺമെന്റ് 110 വർഷം പഴക്കമുള്ള ആയൂർ ഗവൺമെന്റ് LPSന്റെ ചിത്ര രചനയും അതുപോലെ തന്നെ സ്കൂളും ക്ലാസ് മുറികളും എല്ലാം പെയിന്റ് ചെയ്ത് വളരെ വൃത്തിയായി ഇതിനെ മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടെ SM കളർ ഹൗസും അതുപോലെ തന്നെ ഇൻഡിഗോ പെയിന്റ്സും ചേർന്ന് നടക്കുന്ന ഏകദേശം 50ഓളം കലാകാരന്മാർ ചേർന്ന് ഈ സ്കൂളും ഈ വെക്കേഷൻ സമയത്ത് ഈ സ്കൂളിനെ വൃത്തിയാക്കുക എന്നുള്ളൊരു ഉദ്യമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും പൊതു ഇടങ്ങൾ ഇതുപോലെയെല്ലാം വൃത്തിയായി ഭംഗിയായി സൂക്ഷിച്ച് LP സ്കൂളിലെല്ലാം കുട്ടികൾക്ക് ഇതുപോലെയുള്ള ചിത്രങ്ങളെല്ലാം വരച്ച് ധാരാളമായി അവരെ പുതിയ മേഖലകളിലേക്കെല്ലാം പരിശീലിപ്പിച്ച് ചിത്രരചന മത്സരം നടക്കുന്നുണ്ട്, മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നുണ്ട്. SM കളേഴ്സും ഇൻഡിഗോ പെയിന്റ്സും ചേർന്ന് നടക്കുന്ന സേവ് ഉത്സവം എന്ന പ്രോഗ്രാമാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള 50ഓളം കലാകാരന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ സ്കൂൾ 110 വർഷം പഴക്കമുള്ള ഈ അക്ഷരമുത്തശ്ശിയെ നിറങ്ങൾ ചാലിച്ച് ഒരു മാലാഖയാക്കുക എന്നുള്ള ദൗത്യമാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. അതിനായി ഇവിടെ കടന്നു വന്നിരിക്കുന്ന 50ഓളം കലാകാരന്മാരുണ്ട്. അവർ പെയിന്റ് അടിക്കുന്നു, ചിത്രങ്ങൾ വരയ്ക്കുന്നു. അങ്ങനെ ഈ വിദ്യാലയം ഒരു മനോഹരമാക്കി തീർക്കാനുള്ള യത്നത്തിലാണ്. അതുകൂടാതെ തന്നെ ഇവിടെ പൂർവ്വ വിദ്യാർത്ഥികൾ, ഇവിടുത്തെ അധ്യാപകർ, രക്ഷിതാക്കൾ എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. കുട്ടികളുടെ ചിത്രകലാമത്സരം നടക്കുന്നുണ്ട്, അവിടെ ക്രിസ്മസും നടക്കുന്നു. ഈ വരുന്ന എല്ലാ ആൾക്കാർക്കും നമ്മൾ ഫുഡെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവർക്കെല്ലാം സമ്മാനങ്ങളുണ്ട്, കുട്ടികൾക്കെല്ലാം സമ്മാനങ്ങളുണ്ട്. എന്തുകൊണ്ടും ഈ പരിപാടിയിൽ പെയിന്റേഴ്സ് ആണെങ്കിലും കലാകാരന്മാരെല്ലാം പങ്കെടുക്കുന്നത് തികച്ചും സൗജന്യമായാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു വൻ വിജയമായി മാറിയിരിക്കുകയാണ്. ഈ സേവ് ഉത്സവ് ഒരു വളരെ സന്തോഷകരമായ ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇതിന്റെ പേരിൽ നന്ദിയും എൻ്റെ ഹൃദയം പറഞ്ഞ് നന്ദി അറിയിക്കുന്നു. ഞാൻ ബിന്ദു സി, ഹെഡ്മിസ്ട്രസ് ഗവൺമെന്റ് LPS ആയൂർ. 110 വർഷം പഴക്കമുള്ള ഞങ്ങളുടെ ഈ സ്കൂൾ ഇൻഡിഗോ പെയിന്റ്സും SMC കളർ ഹൗസും ചേർന്ന് മനോഹരമാക്കുകയാണ്. വളരെ ഭംഗിയായിട്ട് ഇന്ന് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന SMC കളർ ഹൗസ് ചെയർമാൻ ശ്രീ സോണി മാത്യു അവർക്കും ഇൻഡിഗോ പെയിന്റേഴ്സിനും എന്റെയും ഞങ്ങളുടെ സ്കൂളിന്റെ വക നന്ദി അറിയിക്കുകയാണ്. 110 വർഷം പഴക്കമുള്ള ആയൂർ ഗവൺമെന്റ് LPSന് പുതിയ പ്രൗഢിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരുക്കത്തിലാണ് ഒരു കൂട്ടം പെയിന്റിംഗ് തൊഴിലാളികളും. അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ട സഹായങ്ങളെ ചെയ്ത് ഇതിന് മുൻകൈ എടുത്തിട്ടുള്ള SM കളർ ഹൗസ് MD ഡോക്ടർ സോണി മാത്യു, അതുപോലെ തന്നെ ഈ സ്കൂൾ മനോഹരമായി പെയിന്റ് അടിച്ച് നൽകുന്ന ഇൻഡിഗോ പെയിന്റ് കമ്പനി, ഇവരെല്ലാം കൂടി ചേർന്നുകൊണ്ട് നമ്മുടെ ഈ സ്കൂളിനെ 110 വർഷം പഴക്കമുള്ള ഈ മുത്തശ്ശിയെ ഒരുക്കി ഒരു മോടിയിലാക്കി നമ്മുടെ നാടിന് മാതൃകയാവുകയാണ്. ഈ ഇൻഡിഗോ പെയിന്റ്സിന്റെ CSR ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായിട്ട് നമ്മൾ കേരളത്തിൽ കുറച്ചധികം LP സ്കൂളുകൾ പെയിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് പിന്നോക്കം നിൽക്കുന്ന സ്കൂളുകൾ നോക്കിയിട്ട് അതിന് ഏറ്റെടുത്ത് നമ്മൾ അനുയോജ്യരായ സ്കൂളുകൾ കണ്ടെത്തി അവർക്ക് പെയിന്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു സംരംഭമാണ്. അപ്പോൾ നമ്മളിപ്പം അടുത്ത് വന്നിരിക്കുന്ന ആയൂരാണ്. ഇവിടുത്തെ SM കളേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ ഗവൺമെന്റ് സ്കൂളിൽ ഇന്ന് 50ഓളം പെയിന്റിംഗ് കലാകാരന്മാരുടെ സാന്നിധ്യത്തിൽ നമ്മൾ അവരുടെ സഹകരണം കൊണ്ട് പെയിന്റ് ചെയ്ത് ഭംഗിയാക്കി കൊടുക്കുകയാണ്. നമുക്ക് ഇന്ന് ഏകദേശം ഒരു 50ഓളം പെയിന്റിംഗ് കലാകാരന്മാർ SM കളേഴ്സിന്റെ സഹായത്തോടു കൂടി ഇവിടെ എത്തിയിട്ടുണ്ട്. അവരാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു സംരംഭം ഇത്രയും മനോഹരമാക്കി തീർക്കാനായിട്ട് നമ്മളെ സഹായിച്ചത്. അറിഞ്ഞിട്ട് ഞാൻ പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ ഇതൊക്കെ കാണാനായിട്ട് വന്നതാണ്. ഞാൻ 1970 മുതൽ 74 വരെ ഞാൻ ഈ സ്കൂളിലാണ് പഠിച്ചത്. ഞാൻ ഈ പഠിക്കാൻ 1ാം ക്ലാസ് വരുമ്പോൾ ഗംഗാധരൻപിള്ള സാർ എന്ന് പറയുന്ന ഒരു അധ്യാപകനായിരുന്നു ഇവിടുത്തെ മാസ്റ്റർ. ആ 1ാം ക്ലാസ് വരുന്ന 1ാം വർഷം തന്നെ സാർ പെരുസായി പോവുകയും സാറിൻ്റെ വൈഫ് യശോദ സാറാണ് രണ്ടാമത് ഇവിടെ HM-ആയിട്ടിരിക്കുകയും അന്ന് ഞാൻ പഠിക്കുമ്പോൾ ഇവിടെ ബേബി സാറ്, സുധാകരൻപിള്ള സാറ്, കുഞ്ഞമ്മ സാറ്, കുഞ്ഞുഞ്ഞ സാറ്, തൊട്ട് നമ്മുടെ സുരേഷിന്റെ ഒരു സഹോദരൻ ദേവി സാറ്, ഇവരൊക്കെയായിരുന്നു അന്നത്തെ അധ്യാപകർ. ഇതിന് തൊട്ട് മേളിലായിട്ട് വേറെ സ്കൂളും ഒരു അരയാലും പിന്നെ ഒരു കഞ്ഞി വെക്കുന്ന സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഇപ്പോൾ ഇല്ല, അതൊക്കെ മറന്നുപോയി. സ്കൂളും വളരെ ചെറുതായി. അന്നിങ്ങനെ ആയിരുന്നില്ല.